രാമൻ ജനിച്ച സ്ഥലത്ത് ക്ഷേത്രം വേണമെന്ന പല ഹിന്ദുക്കളുടെയും ആവശ്യമായിരുന്നുവെന്ന് ശശി തരൂർ. പക്ഷേ അതിനെ പള്ളി പൊളിക്കേണ്ടിയിരുന്നില്ല. ക്ഷേത്രത്തിൽ പോകുന്ന നിലപാടും തരൂർ ആവർത്തിച്ചു. കോൺഗ്രസുകാരനായ താൻ ശ്രീരാമനെ BJPക്ക് മാത്രമായി വിട്ടുകൊടുക്കണോ? സുപ്രീം കോടതി വിധി വന്നതോടെ രാമക്ഷേത്രം വേണോ എന്ന വിവാദം അവസാനിച്ചുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിലൊരു ക്ഷേത്രം കാണണമെന്ന്. പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരേ സമയത്ത് ചിലരുടെ അഭിപ്രായമായിരുന്നു, അഥവാ മുസ്ലിം സമുദായം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാവും. സമൂഹമാധ്യമ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെയാണ് തരൂരിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ TS ഹരികൃഷ്ണയുണ്ട്. ഹരി, എന്താണ് തിരുത്ത്? ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ശശി തരൂർ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അത് വിവാദമായത്. അദ്ദേഹത്തിന് ചില വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെയും അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അയോധ്യയിലെ ആ പരിപാടിയിലേക്ക് അദ്ദേഹം പോകാത്തതിൻ്റെ കാരണം അതൊരു രാഷ്ട്രീയ വേദിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിന് ക്ഷണവും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതിന് ശേഷം, ഈ പരിപാടിക്കൊക്കെ ശേഷം അദ്ദേഹം എന്തായാലും അയോധ്യയിൽ പോകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ശശി തരൂർ പറഞ്ഞിരുന്നു. ഇപ്പോഴും അത് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്ന് കരുതി ഈ ശ്രീരാമനെ BJPക്ക് മാത്രമായി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് കോൺഗ്രസ്സുകാരനായ താൻ എന്തിനാണ് ശ്രീരാമനെ BJPക്ക് വിട്ടുകൊടുക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. രാമനെ പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളെല്ലാം തന്നെ BJP അല്ല. അതുകൊണ്ട് തന്നെ താൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ആ ഫേസ്ബുക്കിൽ അദ്ദേഹം അത് കുറിച്ച സമയത്ത് സിയാറാം എന്ന് എഴുതിയത് മനഃപൂർവ്വമാണ്. ജയ് ശ്രീറാം അതിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി മാറ്റിയത് കൊണ്ട് മനഃപൂർവ്വം അതിനെ ഉപയോഗിച്ചില്ല എന്നുള്ള കാര്യങ്ങളും കൂടി അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിമർശനങ്ങൾ നേരിട്ടപ്പോഴാണ് അദ്ദേഹം ഈ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ശരി, TS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.